ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചന്ദ്രനാറ് മാരിയം പൂജയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പച്ചമാവ് ഉണ്ടാക്കുകയാണ്. സോ പച്ചമാവ് നമ്മുടെ വെല്ലമൊക്കെ കാച്ചി അത് ഒഴിച്ചിട്ട് ഇത് ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിങ്ങനെ പിടിക്കുകയാണ് അമ്മ. അപ്പോൾ ഒരെണ്ണമല്ല, കുറേ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 2-3 ഉണ്ടാക്കി. കാരണം അടുത്ത വീടുകളിൽ കുറച്ച് വീടുകളിൽ പച്ചമാവ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തിരി കൊടുക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ട് അമ്മ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തിനാണിത്, എത്ര സമയം പിടിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇവൾക്ക് മറ്റേ വെല്ലപ്പാവിൻ്റെ മണം കേട്ടിട്ടേ അതിന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ സഹിക്കുന്നില്ല, അങ്ങനെ മണത്ത് അടുക്കളുടെ അവിടേക്കൊക്കെ പോവാണ് ആള്. ഞാൻ പതുക്കെ പുറത്തേക്ക് കൊണ്ടുപോകും. സുന്ദരി ഡി എന്താണ് പച്ചമാവിനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അണിയിക്കാനായിട്ട് പച്ചമാവൊക്കെ വെച്ച് ഒരു വാഴയിലയിൽ വെച്ച് അതുപോലെ വിളക്കൊക്കെ വെച്ച് തിരുനൂല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ നമ്മൾ അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ചെറിയൊരു പിടിമാവും കൂടെ അതിൽ വെച്ചിട്ടുണ്ട്, അത് ദൈവത്തിന് അവിടെ വെക്കാനായിട്ടാണ്. പിന്നെ അമ്മ വെറ്റിലേക്ക് വെച്ചു. അതെന്തോ എൻ്റെ ഐതിഹ്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അമ്മ എല്ലാം സെറ്റ് ചെയ്ത്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റായി. സുന്ദരി അവിടെ പച്ചമാവ് വെക്കല്ലേ, അപ്പോൾ അതിന് മണം പറ്റിയിട്ടില്ല. അപ്പോഴേ തൊട്ടിട്ട് തുടങ്ങിയതാണ് അത്. ഈ അടുക്കളുടെ ഭാഗത്ത് തന്നെ പോവുക. അപ്പോൾ ഇപ്പോഴും മണത്ത് നിൽക്കുകയാണ് സത്യ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ സുന്ദരിക്ക് കുറച്ച് മാവ് കൊടുക്കാം. അത് അപ്പോഴേ മുതൽ നോക്കാം. കണ്ട ആക്രാന്തത്തോടെ കഴിക്കണണ്ട. അതിന് ഇതിൻ്റെ മാവിൻ്റെ മണം ഇഷ്ടപ്പെട്ടിട്ടാണേ. കണ്ട നക്കണണ്ട. കണ്ട ഗൈസ് താ പറയണണ്ട. അങ്ങനെ ഗൈസ് മാവൊക്കെ സെറ്റായി, അത്യാവശ്യമൊക്കെ അലങ്കരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോകാനായിട്ട് പോയി. അവിടെ തൊട്ടടുത്ത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പോയി. പിന്നെ അമ്പലത്തിലും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്, വേല വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വന്ന് അവിടെ ഒക്കെ വെച്ചു. പിന്നെ അമ്മ ഇങ്ങനെ എല്ലാ ആൾക്കാരെയും അപ്പോഴല്ലേ കാണണം. അപ്പോൾ സംസാരിച്ച് അവരെങ്ങനെ നിന്ന് അങ്ങനെ എന്താ പറയുക, ഒരു വർഷത്തിലൊരിക്കലും കൂടുതലായിട്ട് അവർ എല്ലാവരും ഒത്തുകൂടി കാണണം. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് അങ്ങനെ നിന്ന് പിന്നെ അമ്മയുടെ അടുത്ത് നേരെ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസിനൊക്കെ പോസൊക്കെ കൊടുത്ത്. എന്നാലും അമ്മ വേറെ എന്തൊക്കെയോ ശ്രദ്ധിക്കണം, എന്നാലും സെറ്റ് ആക്കിയിട്ടാ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നമ്മുടെ കുട്ടുവിനെ കണ്ട് കളരിത്ത്. ബ്ലാക്ക് ഡ്രസ്സ് തുള്ളുന്നുണ്ട് ഗൈസ്, നിൽക്കുന്നത് വൈറ്റിൻ്റെ അപ്പുറത്ത്. അതെൻ്റെ അനിയനാണ്. അവൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ കണ്ടിട്ടാണ് ഞാൻ അമ്പരുന്നത്. ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.